അപ്പോൾ മക്കളെ ഒന്നാം കൃതി ബഹുപദം അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലേ. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിലോ ഏതെങ്കിലും ചെറിയ ഒരു എക്സാമ്പിൾ എടുക്കാം. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 2 അല്ലേ. അത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, അതായത് എക്സ് സ്ക്വയർ. ഏറ്റവും സിംപ്ലസ്റ്റ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഇതൊക്കെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആണ്. അതിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് ആ ഒരു എക്സ് സ്ക്വയർ ടേം നമുക്ക് എന്തായാലും വേണം, അവരാണ് സെക്കൻഡ് ഡിഗ്രി. ബാക്കി ടേംസ് ഇനി 0 ആയി പോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എക്സ് എന്ന ടേം ആണെങ്കിലോ അത് ഫസ്റ്റ് പോളിനോമിയലാണ്, ഫസ്റ്റ് ഡിഗ്രി അല്ലേ. എക്സ് സ്ക്വയർ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് എടുത്ത് നോക്കാം. എക്സ് സ്ക്വയർ ആവുമ്പോൾ നമുക്കറിയാം എങ്ങനെ വരും. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 കൊടുത്ത് നോക്കാം ആദ്യം അല്ലേ. ആദ്യം 0 കൊടുത്ത് നമുക്കറിയാം എക്സ് സ്ക്വയർ ആണ് നമ്മുടെ വാല്യൂ. അപ്പോൾ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ് അല്ലേ. പി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ 0 തന്നെയാണ്. യെസ്. പി ഓഫ് 1 അവിടെ 1 സ്ക്വയർ 1 ആണ്. പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ 4 ആണ് അല്ലേ. യെസ്. പി ഓഫ് -1 എന്ന് പറഞ്ഞാലോ അവിടെ നമുക്ക് -1ൻ്റെ സ്ക്വയർ ആണ്. അതായത് -1 ഇൻറ്റു -1 രണ്ട് മൈനസ് വരുന്നത് കാരണം 1 തന്നെയാണ് കേട്ടോ പോസിറ്റീവായി. പിന്നെ പി ഓഫ് -2 ആകുമ്പോൾ -2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു -2 അല്ലേ. രണ്ട് അത് മുകളിൽ 2 ആയതുകൊണ്ട് നമുക്കറിയാം +4 ആവും അല്ലേ. 2 സ്ക്വയർ 4 ആണ്. യെസ്, ഇതാണ് നമ്മുടെ റിസൾട്ട്സ് കിട്ടുന്നത്. ഇതിൽ നിന്ന് ഓരോ പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും അല്ലേ. പി ഓഫ് 0 എക്സ് 0 ആകുമ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് 0 ആണ്, പുറത്ത് ആൻസർ കിട്ടിയത് y ആണ്. അപ്പോൾ നമ്മുടെ പോയിൻ്റ് എങ്ങനെയാണ് 0 0 അല്ലേ. അടുത്ത പോയിൻ്റ് ഏതാ 1 1 ഉണ്ടോ. ഓരോ പോയിൻ്റ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. 2 4 2 4. നേരത്തെ മിസ്സ് കാണിച്ച പോലെ ആ ഒരു ടേബിൾ വരച്ചാലും മതി കേട്ടോ. ടേബിൾ വരച്ചാൽ മതി. എക്സ് എഫ് ഓക്കെ അങ്ങനെ വരച്ചാലും മതി. ഓക്കെ, ഇവിടെ -1 1 ഓക്കെ. നെക്സ്റ്റ് -2 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ പോയിൻറ്റ്സും അവിടെ നോക്കാം ഗ്രാഫിൽ അല്ലേ. യെസ്. 0 0 ഫസ്റ്റ് 1 0 0 എല്ലാവർക്കും അറിയാം സെൻറ്ററാണ് അല്ലേ. സെൻറ്റർ 0 0 ഇട്ടു. ഇനി നെക്സ്റ്റ് ഏതാണ് 1 1 1 1 ആവുമ്പോൾ എക്സും 1 വൈയും 1 ഇതാ 1ൻ്റെയും നേരെ കണ്ടോ 1 1. നെക്സ്റ്റ് ഏതായിരുന്നു 2 4 അല്ലേ. അതായത് 2x എടുത്തു നേരെ അതിൻ്റെ മുകളിൽ 4 എവിടെയാണ് വരുന്നത് നോക്കുക, 4ൻ്റെ നേരെ. ഓക്കെ, ഇനി അടുത്തത് ഏതാണ് -1 1 -1 എടുത്തു എക്സ്, പിന്നെ മുകളിൽ y 1. നെക്സ്റ്റ് -2 ആകുമ്പോൾ നേരെ മുകളിൽ 4. ഓക്കെ, ഇതിനെ ജസ്റ്റ് ജോയിൻ ചെയ്യിപ്പിക്കാനേ ഉള്ളൂ. നമുക്ക് ജോയിൻ ചെയ്ത് നോക്കാം. മക്കൾ എന്ത് ചെയ്യണം, ഇവിടെ സ്കെയിൽ യൂസ് ചെയ്യരുത്. മിസ്സിൻ്റെ ഈ ഒരു ഇതിൽ നമുക്ക് എന്താണ് ജോയിൻ ചെയ്യാൻ ഇത് നേരെ പറ്റുള്ളത് കൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ കർവായിട്ട് വരയ്ക്കണം. കൈ കൊണ്ട് തന്നെ കർവായിട്ട് വരയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കർവായിട്ട് ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇതിൽ നേരെയാണ് വരുന്നത്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, കർവായിട്ട് വരച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് ഒന്നുകിൽ യു ഷേപ്പ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ റാ പോലെ ആയിരിക്കും, സി പോലെ, ഇങ്ങനെ ഒരു കർവ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുക സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ടാം കൃതി ബഹുപദം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.